വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം ആഘോഷമാക്കാനും അവസാന നിമിഷം വോട്ടർമാരെ സ്വാധീനിക്കാനുമുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. റോഡ് ഷോകളിൽ വൻ ജനപങ്കാളിത്തമാണ് ഉള്ളത്. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും LDFന്റെ മുന്നേറ്റം പ്രകടമാണ്. മറ്റന്നാളാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. 13 സംസ്ഥാനങ്ങളിലെ 116 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കുക. വടകര മണ്ഡലത്തിൽ P. ജയരാജന്റെ പ്രചാരണം ആവേശകരമായി മുന്നേറുന്നു. PV കുട്ടൻ ചേരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വടകരയിൽ LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പ്രചരണാർത്ഥം നടക്കുന്ന റോഡ് ഷോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളിൽ നിരവധിയായ പ്രവർത്തകർ ആവേശത്തോടുകൂടി P. ജയരാജനെ അനുഗമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാദാപുരം മേഖലയിലാണ് റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം നാദാപുരത്തെ പര്യടനത്തിന് ശേഷം ഓരോ മണ്ഡലത്തിലും കുറ്റ്യാടി, അതിനുശേഷം പേരാമ്പ്ര, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾക്ക് ശേഷം വൈകിട്ടാണ് വടകരയിലേക്ക് പര്യടനം എത്തുക, റോഡ് ഷോ എത്തുക. വടകരയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊട്ടിക്കലാശ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയുള്ള റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഈ റോഡ് ഷോ ഇപ്പോൾ നടക്കുന്നതിന്റെ കൂടെ തന്നെ ഓരോ പ്രാദേശിക കേന്ദ്രങ്ങളിലും നിരവധി പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഇരുചക്ര വാഹന റാലി, ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ ആവേശകരമായ രീതിയിലാണ് ഈ പ്രചാരണത്തിന്റെ അവസാന ദിവസം, കൊട്ടിക്കലാശ ദിവസം പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ കലാശക്കോട്ടിൽ ആവേശത്തിര തീർക്കാൻ ഒരുങ്ങി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി PV അൻവർ തിരൂരും UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂരങ്ങാടിയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. NDAയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സമാപനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. പൊന്നാനിയിൽ നിന്നും AK ലതീഷിന്റെ റിപ്പോർട്ടിലേക്ക്. പൊന്നാനിയിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കഴിഞ്ഞ 1.5 മാസമായി നടന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 42 വർഷമായി മുസ്ലിം ലീഗിന്റെ കുത്തകയായ മണ്ഡലം പിടിച്ചെടുക്കാനായാണ് നിലമ്പൂരിന്റെ വികസന നായകനും നിലമ്പൂരിന്റെ MLAയുമായ PV അൻവറിനെ LDF കളത്തിലിറക്കിയത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ്. കൊട്ടിക്കലാശം, ഇന്ന് വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം ഏറ്റവും ആഘോഷപൂർവ്വമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി LDF പ്രവർത്തകരും UDF പ്രവർത്തകരും NDA പ്രവർത്തകരും അവരുടേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം തൊട്ടായിരിക്കും കൂടുതൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണികൾ സജീവമായി രംഗത്ത് വരിക. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന വോട്ടറെയും ബൂത്തിലെത്തിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നണി പ്രവർത്തകർ വീടുകൾ കയറി പ്രചാരണം നടത്തുമ്പോൾ കൊട്ടിക്കലാശം അതിന് ആഘോഷമാക്കാനും അത് ശക്തി പ്രകടനമാക്കാനുമുള്ള അണിയറ പ്രവർത്തനത്തിലാണ് മുന്നണികൾ. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കഴിഞ്ഞ 42 വർഷമായി UDF ജനപ്രതിനിധികൾ മാത്രം ജയിച്ചു കയറിയ മണ്ഡലത്തിൽ വികസന മുരടിപ്പ് മുൻനിർത്തിയാണ് വോട്ട് നേടിയത്. കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത പൊന്നാനിയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ UDFും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് LDFന്റെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടിനെ മറികടക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലും. NDA പരമാവധി വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന പ്രവർത്തനവുമായാണ് ഇത്തവണ മുന്നോട്ട് പോയത്. 1 ലക്ഷം വോട്ടിലേക്കെങ്കിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായി അവർ രംഗത്ത് സജീവമാണ്. VT രമയാണ് NDA സ്ഥാനാർത്ഥിയായി ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് SDPIയും PDPയും ഇത്തവണ പൊന്നാനിയിൽ മത്സരരംഗത്തുണ്ട്. PV അൻവറിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് 2 അപരന്മാരും ET മുഹമ്മദ് ബഷീറിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് 3 അപരന്മാരും മത്സരരംഗത്തുണ്ട്. 12 സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരരംഗത്തുള്ളത്. വികസനം തന്നെയായിരുന്നു പൊന്നാനിയിൽ ഇത്തവണ പ്രധാന ചർച്ചാ വിഷയം. വികസന മുരടിപ്പ് മുൻനിർത്തി തന്നെയാണ് LDF വോട്ട് തേടിയത്. അതുകൊണ്ട് തന്നെയാണ് മാറ്റമുണ്ടാകുമെന്ന് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കടലോര മേഖലയിലും അതേപോലെ തന്നെ റെയിൽവേ വികസനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ LDF ജയിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് LDF ക്യാമ്പ് പറയുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പൊന്നാനി മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന LDFന്റെ വികസന പ്രവർത്തനങ്ങളും LDFന് തുണയാകുമെന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു.
UDF അവരുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ചോർച്ച അവരെ വല്ലാതെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ UDF ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ ചോർച്ച അവരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ UDFിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതായി കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ൽ പരം വോട്ട് നേടി വിജയിച്ച ET മുഹമ്മദ് ബഷീർ, പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടിന് മേലെ മാത്രമാണ് UDFിന് ഭൂരിപക്ഷം നേടാനായത്. മുൻകാലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു UDF സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്നെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകൂ എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തവണ UDF. അത്തരത്തിൽ കടുത്ത പോരാട്ടം തന്നെയാണ് പൊന്നാനിയിൽ ഇത്തവണ നടന്നത്. ആ കടുത്ത പോരാട്ടത്തിൻ്റെ എല്ലാ ചൂരും ഇന്ന് വൈകിട്ട് നടക്കുന്ന കുട്ടിക്കലാശത്തിലും നമുക്ക് ദൃശ്യമാകും. അതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. ചാലക്കുടിയിലെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എങ്ങനെയാണ് ചാലക്കുടിയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ മുൻപോട്ട് പോകുന്നത്? ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത എന്നുള്ളത് കേന്ദ്രീകരിച്ച ഒരു കൊട്ടിക്കലാശം ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2014 അങ്കമാലി നഗരത്തിലായിരുന്നു എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും കൊട്ടിക്കലാശം ഉണ്ടായത് അങ്കമാലിയിലായിരുന്നു. എന്നാൽ ഇത്തവണ അത് വേണ്ട എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. കാരണം ഈസ്റ്ററും മറ്റും പ്രമാണിച്ച് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശം ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഓരോ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തും. എന്നാൽ അതേസമയം തന്നെ ചാലക്കുടി നഗരത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് ഇന്ന് കൊട്ടിക്കലാശത്തിനായി എത്തുക. ചാലക്കുടി മണ്ഡലത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ അദ്ദേഹം എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചാലക്കുടി നഗരത്തിലാണ് ഉള്ളത്. ഇവിടെയാണ് അല്പസമയത്തിനകം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായി എത്തുക. അദ്ദേഹം വൈകിട്ട് 6 മണി വരെ തന്നെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ UDFിൻ്റെയും കൊട്ടിക്കലാശം ഇവിടെ നടക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും 3 മണിയോടെ ചാലക്കുടിയിൽ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹവും 6 മണി വരെ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാകും, കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ഇന്ന് മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അവസാനിക്കുന്നത് ആലുവയിലാണ്. അതുകൊണ്ട് തന്നെ ആലുവയിൽ 6 മണിയോടെ അദ്ദേഹവും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആവേശകരമായ ഒരു കൊട്ടിക്കലാശമായിരിക്കും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്കാണെങ്കിലും രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങിൽ നിന്ന് ജീവൻ ചേരുകയാണ്. ജീവൻ, ആറ്റിങ്ങിൽ നിന്നുള്ള വിവരങ്ങൾ. കാട്ടാക്കടയിൽ നിന്നും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ച സമ്പത്തിന്റെ റോഡ് ഷോ ഒരുപക്ഷെ ചരിത്രമായി മാറുകയാണ്. 5 കിലോമീറ്ററിലേറെ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയുമായി തന്റെ മണ്ഡലത്തിന് കീഴിൽ വരുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് സമ്പത്ത് ഇപ്പോൾ വർക്കലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. കാട്ടാക്കടയിൽ നിന്നും ആരംഭിച്ച് അരുവിക്കര, അതിനുശേഷം നെടുമങ്ങാട്, തുടർന്ന് വാമനപുരത്തിന് ശേഷം ഇപ്പോൾ ആറ്റിങ്ങൽ, പിന്നിട്ട് വർക്കലയിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ എൻ്റെ മാധ്യമ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത്ര വലിയ ഒരു റോഡ് ഷോ കണ്ടിട്ടില്ല. 5 കിലോമീറ്ററിലേറെ നിൽക്കുന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് വാഹനങ്ങളാണ് അണിനിരക്കുന്നത്. ചിട്ടയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റമാറ്റിക്കായ എല്ലാ വീടുകളിലും ഇതിനോടകം സമ്പത്തിന്റെ പ്രചരണം, LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ആത്മവിശ്വാസം LDF പ്രവർത്തകർക്കുണ്ട്. വിവിധ സർവേ ഫലങ്ങൾ, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും നടത്തിയ സർവേ ഫലങ്ങളിലും ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിനാണ് എന്ന് ഉറപ്പ് നൽകി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി വലിയ മാർജിനിന്റെ ഭൂരിപക്ഷത്തിൽ സമ്പത്ത് വിജയിക്കുമെന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്തായാലും എനിക്ക് പിന്നിലായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ 1000-കണക്കിന് വാഹനങ്ങളാണ് ഈ സമ്പത്തിന്റെ റോഡ് ഷോയിൽ അണിനിരന്നിരിക്കുന്നത്. വിവിധ 1-2 മണ്ഡലങ്ങളിൽ നിന്നും മാത്രമുള്ള പ്രവർത്തകർ മാത്രമാണുള്ളത്. ഇതിനോടകം 10,000-കണക്കിന് പ്രവർത്തകർ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ നേട്ടമായി തന്നെ കാണാം. ഇതിനു മുമ്പായി നിരവധി തിരഞ്ഞെടുപ്പുകളിൽ
നേരിട്ടിട്ടുള്ള സമ്പത്ത് ഇത്തവണയും തീർച്ചയായും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കൂട്ടുന്നത്. എന്തായാലും സ്ഥാനാർത്ഥിയായ സമ്പത്തിനോട് തന്നെ ഇതിന് ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം തനിക്കുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ റോഡ് ഷോ? ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കാനായി പോവുകയാണ്. ഈ അവസാനത്തോടെ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ആബാലവൃദ്ധം ജനങ്ങൾ, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഈ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അവർ ഉൾക്കൊണ്ടിരിക്കുന്നു, അവർ ഏറ്റെടുത്തിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന പ്രഖ്യാപിതമായ നിലപാടാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാം അത് പ്രവർത്തനങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ ഈ ഉച്ചഭാഷണമെല്ലാം അവസാനിപ്പിക്കും. നിങ്ങൾ കാണുന്നത് ഇന്ന് രാവിലെ കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ചരിത്രത്തിലാദ്യമായി 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയും ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ഭാഗമായി പ്രചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ബൈക്കുകളിലായി അങ്ങനെ യുവാക്കൾ, പ്രത്യേകിച്ചും യുവതികൾ ഉൾപ്പെടെ ചിലരൊക്കെ സകുടുംബമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ പോലും നാളിതുവരെ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വളരെ ഉള്ളിലുള്ള വനാന്തരങ്ങളിലെ ആദിവാസി ഊരുകളിലേക്ക് 4 വീൽ ഡ്രൈവ് ജീപ്പിൽ പോലും എത്താൻ കഴിയാത്തടത്ത് ചെറിയ അരുവികൾ നീന്തിക്കടന്ന് എത്തേണ്ടതായി വന്നു. അങ്ങനെ തന്നെ ഏതാണ്ട് 30ഓളം സ്ഥലങ്ങൾ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥാനാർത്ഥിക്കും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്തിടങ്ങളിലേക്ക് അത്തരത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ്. എന്തായാലും കടുത്ത ആത്മവിശ്വാസത്തിലാണ് സമ്പത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഒരുപക്ഷെ 1 മാസ കാലയളവിലേറെ നടത്തിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ തീർച്ചയായും അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ഉള്ള ഈ പ്രവർത്തനം ഒരുപക്ഷെ സാധാരണഗതിയിൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വൈകുന്നേരത്തെ ഒരു കൊട്ടിക്കലാശത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ 7 നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പോകണം എന്ന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി എടുത്തു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ MLA കൂടിയായ ശിവൻകുട്ടി നമ്മളോടൊപ്പമുണ്ട്. ഇത്തരത്തിൽ 7 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുക എന്ന ഒരു പരിപാടി ഇത് ആദ്യമായിട്ടാണ് എടുത്തത്. 10,000-കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ഇത് ഈ പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു. എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ മുന്നണിയിൽ? ഇത് ആറ്റിങ്ങൽ പാർലമെന്റിലെ നടന്നിട്ടുള്ള മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മെഗാ റോഡ് ഷോ നടക്കുന്നത്. 10,000-കണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അതിലും ഒരു പ്രത്യേകത, റോഡ് ഷോയിൽ ഒരു വാഹനത്തിൽ 2 ചെറുപ്പക്കാരാണ് ഈ വാഹനത്തിൽ ഉള്ള 98% ആൾക്കാരും. ഇത് രാവിലെ 8 മണി മുതൽ വളരെ ആറ്റിങ്ങലിൽ നിന്നും ജീവന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വടകര മണ്ഡലത്തിൽ പി ജയരാജന്റെ പ്രചാരണം ആവേശകരമായി മുന്നേറുന്നു. കുട്ടൻ ചേരുന്നു വിവരങ്ങളുമായി. പി ജയരാജന്റെ റോഡ് ഷോയാണ് ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വടകര മണ്ഡലത്തിലെ ഓരോ കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് പി ജയരാജന്റെ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരക്കുന്നത്. രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഓരോ കേന്ദ്രത്തിലെയും ആവേശകരമായ വരവേൽപ്പുകൾ, സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടത് ഇപ്പോൾ വടകരയുടെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ആവേശകരമായ വരവേൽപ്പാണ് പി ജയരാജന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 100-കണക്കിന് ആൾക്കാർ ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നു. നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് യുവജനങ്ങളാണ്, യുവാക്കളാണ് അദ്ദേഹത്തെ ഇരുചക്ര വാഹനങ്ങളിൽ അദ്ദേഹത്തിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി ജനങ്ങൾ, വോട്ടർമാരൊക്കെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. കൊട്ടിക്കലാശത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇവിടെ ഈ റോഡ് ഷോ നടക്കുന്ന ഇതേ സമയത്ത് തന്നെ വടകരയുടെ ഓരോ ഗ്രാമങ്ങളിലും, വടകര മണ്ഡലത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും 100-കണക്കിന് പേർ പങ്കെടുക്കുന്ന ഇത്തരം ചെറിയ റോഡ് ഷോകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും നിലക്കാത്ത ഒഴുക്കാണ് ഇരുചക്ര വാഹനങ്ങളിൽ, യുവാക്കളുടെ നിലക്കാത്ത ഒഴുക്കാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ട് വൈകിട്ടാണ് വടകരയിലേക്ക് എത്തുക.
ഇപ്പോൾ നാദാപുരം മണ്ഡലത്തെ പര്യടനം കഴിഞ്ഞ് ഇപ്പോൾ കുറ്റ്യാടി മണ്ഡലത്തിലൂടെ പോകുന്നു. ഇനി പേരാമ്പ്രയുണ്ട്, അതുപോലെ തന്നെ കൊയിലാണ്ടിയുണ്ട്. ഇവിടെയൊക്കെ പര്യടനം നടത്തിയതിനു ശേഷം വൈകുന്നേരത്തോടു കൂടി 10,000 പങ്കെടുത്തുകൊണ്ടാണ് വടകര നഗരത്തിൽ കൊട്ടിക്കലാശം നടത്തുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നാം വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ പി ജയരാജന്റെ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടനാണ് വടകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ഷീജ, എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പ്രചാരണം മുന്നേറുന്നത്? അവസാന ഘട്ടത്തിൽ ഏത് രീതിയിലാണ് മുന്നണികളും അണികളും? തീർച്ചയായും ഇനി കലാശക്കൂട്ടിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാനവട്ട റോഡ് ഷോയിലാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ റോഡ് ഷോയ്ക്കൊപ്പമാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും നമുക്കൊപ്പം ഈ റോഡ് ഷോയ്ക്കൊപ്പം അദ്ദേഹത്തിനോടൊപ്പം LDF സ്ഥാനാർത്ഥിക്കൊപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് ഈ റോഡ് ഷോയുടെ വിശേഷത്തിലേക്ക് പോകാം. എങ്ങനെയാണ് നിലവിൽ മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? വലിയ സ്വീകാര്യത തന്നെയാണ് മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും വിജയം സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണ സമാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ യുവജന സമൂഹമാകെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി തങ്ങൾ സ്വയം സമർപ്പിതരായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന തരത്തിലാണ് 10,000-കണക്കായിട്ടുള്ള യുവാക്കൾ രാവിലെ മുതൽ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വർഗീയവാദികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മെ ആഹ്ലാദപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം സുനിശ്ചിതമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ജനങ്ങൾ രണ്ടു വശത്തും കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഒരു മനോഭാവം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്, നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളെ നേരിൽ കാണാൻ, നേരിൽ കണ്ട് അഭ്യർത്ഥിക്കാൻ നിശ്ചയമായിട്ടും 10 വർഷം തിരുവനന്തപുരത്തിന് നഷ്ടപ്പെട്ടു പോയ 10 വർഷം, ആ 10 വർഷത്തിനപ്പുറം മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഒരു കനത്ത രാഷ്ട്രീയ സമരമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ പരാജയം നമ്മുടെ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ല എന്നുള്ള ആക്ഷേപമായിരുന്നു ജനങ്ങളിൽ നിന്നുണ്ടായത്. പക്ഷെ ഇന്ന് ആ ജനങ്ങളുടെ ആക്ഷേപത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ എന്ന നില സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും നിർത്താനും നമുക്ക് സാധിച്ചു. അതിന്റെ എല്ലാം ഭാഗമായി ജനങ്ങൾ വലിയ തോതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അണിനിരന്നിരിക്കുന്നത്. പിന്നെ 34 മാസക്കാലമായി തിരുവനന്തപുരത്ത് ഈ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിശ്ചയമായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം ജനങ്ങൾ നൽകാതിരിക്കില്ല. എന്തെല്ലാം രാഷ്ട്രീയ വിദ്വേഷങ്ങളുണ്ടെങ്കിലും അഭിപ്രായമുണ്ടെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് തുടരണം, അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ആ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്, വലിയ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF എന്നുള്ളതിൽ സംശയമില്ല. കാരണം നമുക്ക് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, അതായത് വലിയ ഒരു ജനപങ്കാളിത്തം തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിന് പിന്നാലെയായി C ദിവാകരൻ സ്ഥാനാർത്ഥിയുള്ള ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെയായിട്ടുള്ളത് ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇരുചക്ര വാഹനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം തന്നെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ള കാര്യം. കാരണം ആ രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഇന്നത്തെ ഒരു റോഡ് ഷോ എന്ന് പറയുന്നത് അവസാന ദിവസത്തെ പ്രചാരണ പരിപാടിയാണ്, പരസ്യ പ്രചാരണ പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുമാണ് ഈ ഒരു റോഡ് ഷോ കടന്നു പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ അനന്തപുരിയെ ചെങ്കടലാക്കിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കിലോമീറ്ററുകളോളം നീളത്തിലാണ് ഈ ഒരു ബൈക്ക് റാലി ഇദ്ദേഹത്തിന് പിന്നാലെ, സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് പിന്നാലെയായി അണിനിരക്കുന്നത്. ഇതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ഒപ്പം തന്നെ പ്രായമായവരുണ്ട് ഈ ഒരു ബൈക്ക് റാലിയിൽ. അതോടൊപ്പം തന്നെ കുട്ടികൾ വരെ
കുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം വരെ ഈ ഒരു ബൈക്ക് റാലിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനെ ഏറെ വ്യത്യസ്തമാക്കുന്നതും. അതോടൊപ്പം തന്നെ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൽക്കുന്നു LDFന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഏതായാലും ആ രീതിയിൽ വലിയ ഒരു പങ്കാളിത്തം തന്നെയാണ് നമുക്കിപ്പോൾ LDFന്റെ ഈ ഒരു റോഡ് ഷോയിൽ, തിരുവനന്തപുരം മണ്ഡലത്തിലെ റോഡ് ഷോയിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്രത്തോളമാണ് LDFന്റെ ഒരു സ്വാധീനം, ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഇത്തവണയുള്ള LDFന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതും. തിരുവനന്തപുരത്ത് LDFന്റെ പ്രചാരണം ആവേശകരമായി മുന്നേറുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും കേജ്രിവാൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതിനു മുമ്പ് കേജ്രിവാളിന്റെ വാക്കുകളിലേക്ക്. These elections, 2019 elections, are extremely critical for the people of this country and we have to vote very carefully. I would appeal to the people of Kerala to vote for the left, vote for Pinarayi Vijayan Sahab. Pinarayi Vijayan has proved to be a very good chief minister, and especially we saw how he worked very efficiently and for the people of Kerala during the recent floods. He is a very efficient chief minister and a very popular one. I would request the people of Kerala to vote for left in the upcoming Lok Sabha elections. വിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ. പ്രിയ, കഴിഞ്ഞ ദിവസം ആം ആദ്മി കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ LDFന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കേരളത്തിലെ മലയാളികളെല്ലാം തന്നെ LDFന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പറയുന്ന കാര്യങ്ങൾ: ഇടത് സർക്കാരിന്റെ പ്രവർത്തനം, ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. അത് വികസനങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പോൾ പ്രളയം നേരിട്ടതിന്റെ കാര്യത്തിലായാലും നവകേരള നിർമ്മിതിയിലായാലും പോലും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സർക്കാരിന്, ആ ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് കെജ്രിവാൾ അഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം പറയുന്നത്, ഈ പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിയാണ്, വളരെ കഴിവുറ്റ ഒരു മുഖ്യമന്ത്രി, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന് LDFനെ കഴിയത്തുള്ളൂ. ഏറ്റവും ഈ മതനിരപേക്ഷതയെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുകയാണ്. കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. These elections, 2019 elections, are extremely critical for the people of this country and we have to vote very carefully. I would appeal to the people of Kerala to vote for the left, vote for Pinarayi Vijayan Sahab. Pinarayi Vijayan has proved to be a very good chief minister and especially we saw how he worked very efficiently and for the people of Kerala during the recent floods. He is a very efficient chief minister and a very popular one. I would request the people of Kerala to vote for left in the upcoming Lok Sabha elections. അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വീണ്ടും വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കേരളത്തിലെ ആം ആദ്മി പാർട്ടി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളും വന്നിരിക്കുന്നത്. എത്രത്തോളം പ്രചോദനം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം? കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്.
പ്രിയ, കെജ്രിവാൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ എത്തേണ്ടത്, ഇടതുപക്ഷം പാർലമെന്റിലേക്ക് എത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. രണ്ടുപേരും വർഗീയതയിലും അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണൽ പോളറൈസേഷനാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും BJPയുടെ ഭാഗത്തു നിന്നായാലും വരുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതയെ ചെറുക്കാനും അതുപോലെ തന്നെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുവാനും ഇടത് പക്ഷം പാർലമെന്റിലേക്ക് എത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി ഇടതുപക്ഷത്തിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ ആം ആദ്മി നിരുപാധികം പിന്തുണ നൽകുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മലയാളികളും, കേരളത്തിലുള്ള എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ, പ്രളയം നേരിടുന്നതിലും അതിനുശേഷം ഒരു പുതിയ കേരളം, ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിലും എല്ലാം തന്നെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ, വികസന പ്രവർത്തനങ്ങളിൽ പോലും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് ഇടതുപക്ഷത്തിന് മാത്രം കഴിയുന്നതാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം. മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം അത്രയും കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ദേശീയ തലത്തിൽ തന്നെ മുഴങ്ങി കേൾക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ പോലും ഇടതുപക്ഷത്തിന് ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു. കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും കെജ്രിവാൾ. These elections, 2019 elections, are extremely critical for the people of this country and we have to vote very carefully. I would appeal to the people of Kerala to vote for the left, vote for Pinarayi Vijayan Sahab. Pinarayi Vijayan has proved to be a very good chief minister and especially we saw how he worked very efficiently and for the people of Kerala during the recent floods. He is a very efficient chief minister and a very popular one. I would request the people of Kerala to vote for left in the upcoming Lok Sabha elections. These elections, 2019 elections, are extremely critical for the people of this country and we have to vote very carefully. I would appeal to the people of Kerala to vote for the left, vote for Pinarayi Vijayan Sahab. Pinarayi Vijayan has proved to be a very good chief minister and especially we saw how he worked very efficiently and for the people of Kerala during the recent floods. He is a very efficient chief minister and a very popular one. I would request the people of Kerala to vote for left in the upcoming Lok Sabha elections. വിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറയുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടി പ്രിയ, ഇന്നലെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾക്ക് നിരുപാധികം പിന്തുണ നൽകും എന്ന് ഇന്നലെ ആം ആദ്മി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ എല്ലാം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞോളൂ. പ്രിയ, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും ആം ആദ്മി പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ
അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിലെ എല്ലാ ജനങ്ങളും മലയാളികളും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഒരു ഇടതുപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്ന സാഹചര്യം ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് BJP സർക്കാർ ഇന്ത്യയിലടക്കം തന്നെ വളരെ വ്യാപകമായി കമ്മ്യൂണൽ പോളറൈസേഷൻ, വർഗീയതയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദു മുസ്ലിം അങ്ങനെ പറഞ്ഞ് വേർതിരിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ BJP ഇതര ഒരു ബദൽ സഖ്യം ഇന്ത്യയിലേക്ക് വരണമെന്നോ ആ ഒരു ബദൽ സഖ്യം അധികാരത്തിലേക്ക് എത്തണം. അതേസമയം തന്നെ ആ ഒരു ബദലിന് BJP ഉയർത്തുന്ന വർഗീയ വാദങ്ങൾക്കുള്ള ഒരു ബദൽ സഖ്യം രൂപീകരിക്കുമ്പോൾ ആ ബദൽ സഖ്യത്തിന് ഏറ്റവും പ്രാധാന്യം ഇടതുപക്ഷത്തിനാണ് ആ ഒരു പ്രാധാന്യം വരിക. അതായത് ഇവർ ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ നിലകൊള്ളാൻ ഏറ്റവും ശക്തമായി നിലകൊള്ളാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ എല്ലാവരും തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറെ പ്രശംസിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൈരളി ന്യൂസിനോട് സംസാരിച്ചിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ കഴിവുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രളയം നേരിടുന്നതിൽ, അതുപോലെ തന്നെ പ്രളയത്തിന് ശേഷം ഒരു നവകേരള നിർമ്മാണം സാധ്യമാകുന്നതിനെല്ലാം തന്നെ പിണറായി വിജയൻ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു. ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മറ്റ് മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ ഒരു മാതൃകയാക്കേണ്ട പ്രവർത്തനമാണെന്നും കെജ്രിവാൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയ, ശ്രീ ജേക്കബ് ജോർജ് ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. അദ്ദേഹം ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടങ്ങളും, ഒരു മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം ചെയ്ത നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം? ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാവണം കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് അത് ഒരു പുനഃസംഘടന നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ടൊരു സഖ്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ ഡൽഹിയിലെങ്കിലും കോൺഗ്രസും ആപ്പുമായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കണം എന്ന് CPM ആണ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്. പക്ഷെ കോൺഗ്രസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരുപക്ഷെ ഷീലാ ദീക്ഷിത്തിന്റെ നിർബന്ധമായിരിക്കണം. കാരണം കേരളത്തിൽ നിന്നുള്ള PC ചാക്കോ അവിടെ ആം ആദ്മി പാർട്ടിയുമായിട്ട് എന്തുകൊണ്ടും സഖ്യം ഉണ്ടാക്കണം, 7 ലോക്സഭാ സീറ്റിന്റെ പ്രശ്നമാണ്, അത് എല്ലാം കൈവിട്ടു പോകും എന്നൊക്കെ നിർബന്ധിച്ചിട്ടും കോൺഗ്രസിന്റെ ഡൽഹി നേതൃത്വം തയ്യാറായില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിശേഷം. BJPക്കെതിരെ ഒരു ദേശീയമായിട്ട് മുന്നണി ഉണ്ടാക്കേണ്ടത് എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് എന്തെങ്കിലും ഒഴികഴിവ് പതിവായിരിക്കുന്നു. ഇപ്പൊ UP-യിലും ഇത് തന്നെയാണ് കണ്ടത്. അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് തന്നെ ആത്മഹത്യാപരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗികമായ ഒരു സമീപനമാണ് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയോടൊപ്പം സഖ്യം ഉണ്ടാക്കാനും ദേശീയ തലത്തിൽ ഇടതുമുന്നണിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. എന്തായാലും മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ്. വിഷ്ണു ചേരുന്നു വീണ്ടും വിവരങ്ങളുമായി. വിഷ്ണു, അതുതന്നെയാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യങ്ങൾ ഇനിയും ഒരു കൂട്ടായ ശ്രമത്തിലൂടെ മുൻപോട്ട് പോയില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് തന്നെ ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായിരിക്കുന്നു. അതിന്റെ ഫലമായി തന്നെ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിയിലെ അംഗമായിരുന്ന CR നീലകണ്ഠനെ സസ്പെൻഡ് ചെയ്യുക വരെ ചെയ്തു. കാര്യങ്ങൾ അവിടെ വരെ എത്തി. ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നു തങ്ങളുടെ ഇടതുപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണം അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നല്ലേ? ഈ ഭാരതത്തിനൊന്നാകെ മാറ്റങ്ങൾ വരണമെന്ന ഒരു നീക്കം ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം വരുമ്പോൾ എങ്ങനെ കാണാം നമുക്കിതിനെ?
പ്രിയ, ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഏറ്റവും വലിയ ഒരു മതേതര ബദൽ ഉയരണമെന്ന് ഏറ്റവും കോൺഗ്രസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ദില്ലിയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങൾ, ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളിലടക്കം മത്സരിക്കുന്നതിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ചില പിടിവാശികൾ ദില്ലിയിൽ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആം ആദ്മിയുമായി ഒരു സഖ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ള കോൺഗ്രസിന്റെ ചില പിടിവാശികളാണ് ആ ഒരു സഖ്യ നീക്കത്തിന്റെ എല്ലാ സാധ്യതകളും അടച്ചിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസുമായി ഉള്ള സഖ്യ സാധ്യതകളെല്ലാം അടങ്ങിയ സാഹചര്യത്തിലായിരുന്നു കേരളത്തിൽ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി UDFനെ പിന്തുണയ്ക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഈ CR നീലകണ്ഠന്റെ പ്രഖ്യാപനത്തിൽ ദേശീയ നേതൃത്വത്തിനടക്കം കടുത്ത ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ ആം ആദ്മി പാർട്ടി വളരെ വ്യക്തമായി പറയുകയാണ്, മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടങ്ങളും അദ്ദേഹം ആ പ്രതികരണത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിനകത്ത് അതിശയകരമായി യാതൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഫാസിസ്റ്റ് അൺഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത്. അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് അടിയന്തരമായ ഒരു ആവശ്യമാണ്. കോൺഗ്രസ് അടക്കം എല്ലാവരും അതിനുവേണ്ടി ഒന്നിക്കണമെന്ന് വാദിക്കുന്നതും അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിക്കുകയും പാർട്ടികളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേജ്രിവാൾ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ വീക്ഷണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരാണ് പ്രഗത്ഭമായി ചെയ്യാൻ കഴിയുമെന്ന്, ഈ ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയുന്നത്? കോൺഗ്രസിനെ നമുക്കറിയാം. കോൺഗ്രസ് ദുർബലമാണ്. പ്രത്യയശാസ്ത്രപരമായി അങ്ങേയറ്റം ആന്ത്യം ബാധിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതൊരാൾക്കൂട്ടമാണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ഇപ്പോഴാകട്ടെ നോർത്ത് ഇന്ത്യയിലെ താൽക്കാലിക ജയത്തിൽ ഇന്ത്യ മുഴുവൻ ലഭിക്കാൻ പോകുന്ന ജയം എന്ന നിലയ്ക്ക് സ്വപ്നം കാണുകയാണ് ആ പാർട്ടി. ആ സ്വപ്നമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുലിയും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു ഉറച്ച ഫാസിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ ശക്തിയല്ല എന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും അറിയാം. അദ്ദേഹത്തിന്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് അപേക്ഷിച്ചിട്ട് മുന്നണി ഉണ്ടാക്കാൻ പോയ ആളാണ് കെജ്രിവാൾ. കോൺഗ്രസ് എന്ത് നിലപാടെടുത്താണെന്ന് നമുക്കറിയാം. അപ്പോഴേക്കും അവർക്ക് വിജയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ജയിക്കാനാണ് എന്ന്. ആ നിലയ്ക്ക് കേരളത്തിലും വന്ന് നിൽക്കുകയല്ലേ. ഞാൻ പറയുന്നത് തരം പോലെ മാറുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ പറഞ്ഞത്, ഫാസിസ്റ്റെ എതിർക്കണമെങ്കിൽ, സ്ഥിരമായി എതിർക്കണമെങ്കിൽ അടിയുറച്ച ഫാസിസ്റ്റ് വിരോധമുള്ള, അതിന് രാഷ്ട്രീയമുള്ള ഒരാളായിരിക്കണം. അതിന് നയിക്കേണ്ടത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അത് സംശയാതീതമായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. എല്ലാ നിലപാടുകളിലും നമുക്കത് കാണാമല്ലോ. ഫാസിസ്റ്റ് വിരുദ്ധത. ഒരാളും BJPക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് മറച്ചു കൊടുക്കുമെന്ന് പറയുന്നതേയില്ലല്ലോ. കോൺഗ്രസ് ചെയ്തേക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ മാധ്യമങ്ങളടക്കം. അതിന് കാരണം മറ്റത് പറയാനാവില്ല. ആ അർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായ വൈരുദ്ധ്യമുണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളും നിലപാടുകളും തമ്മിൽ. ആ വ്യത്യാസമാണ് സത്യത്തിൽ. CR നീലകണ്ഠനാണ് ഇതിനകത്ത് വലിയൊരു പറ്റിപ്പ് നടന്നത്. നോക്കൂ, അദ്ദേഹം കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന് വിചാരിച്ചു. CR നീലകണ്ഠന്റെ ലിബറൽ ഡെമോക്രസിയുടെ ഒരു നിലപാടാണത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം CPM-ൽ പ്രവർത്തിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനൊരാളെ CPM-ൽ എടുത്തത് എന്ന് എനിക്കിപ്പോൾ അത്ഭുതം തോന്നി. രാഷ്ട്രീയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി പോലെയുള്ള രാഷ്ട്രീയ വീക്ഷണത്തിന്റെ ആസുരതയോ അതിന്റെ ഉറപ്പോ ഉള്ള ഒരു പാർട്ടിയിൽ എങ്ങനെ ഇദ്ദേഹം വന്നുകൂടി എന്ന കാര്യം ആം ആദ്മി പാർട്ടി ആലോചിക്കേണ്ടതാണ്. ഇത്രയൊക്കെ അദ്ദേഹം CR നീലകണ്ഠന് കഴിയും. പാർട്ടി കെട്ടിപ്പടുക്കാനും കഴിയില്ല, ആശയപരമായി ഉറച്ചു നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് CR നീലകണ്ഠന്റെ ഈ പതനം അനിവാര്യമായ ഒരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് നന്നായി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. തീർച്ചയായും നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഞങ്ങളുടെ പ്രതികരിച്ചതിന്. വിഷ്ണുവിലേക്ക് വീണ്ടും പോവുകയാണ്. വിഷ്ണു, കോൺഗ്രസ് ദുർബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണോ ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു
മാറ്റത്തിലെ വഴിവെച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അവരെ നയിച്ചത്? കാരണം ഇനിയും കോൺഗ്രസിനൊപ്പം നിന്നാൽ ഈ മതനിരപേക്ഷത എന്ന ഒരു കാര്യം പുലർത്താൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം നിൽക്കണമെങ്കിൽ കോൺഗ്രസിനൊപ്പം കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ഇനി കാര്യമില്ല എന്ന് ആപ്പിന് മനസ്സിലായി എന്ന് വേണോ മനസ്സിലാക്കാൻ? പ്രിയ, ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ട ഒരു വിഷയം, കോൺഗ്രസുകാർ ഇപ്പോൾ അടിപടല BJP-യിലേക്ക് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവരുടെ AICC വക്താവായിട്ടുള്ള പ്രിയങ്ക ചതുർവേദി ശിവസേനയിൽ ചേർന്നു. അതിനുശേഷം ഇന്നലെ അവരുടെ മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി വരെയായിട്ടുള്ള കൃഷ്ണകുമാർ ഇന്നലെ BJP-യിൽ ചേരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസും BJP-യും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം, രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന പോലെ രണ്ട് പാർട്ടികളും ഉയർത്തിപ്പിടിക്കുന്നത് വർഗീയത തന്നെയാണ്. മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല സന്ദർഭങ്ങളിലും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ അല്ലെങ്കിൽ ഹിന്ദു കാർഡുകൾ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും ഞങ്ങളില്ല എന്നൊരു പ്രഖ്യാപനം ആം ആദ്മി നടത്തുന്നത്. ആ ഒരു പ്രഖ്യാപനം, കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള സഖ്യമില്ല എന്ന പ്രഖ്യാപനം ആം ആദ്മി നടത്തുമ്പോൾ അവർ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് തങ്ങൾ LDF-നെ പിന്തുണയ്ക്കുന്നു. അതായത് മതനിരപേക്ഷത കാക്കാൻ LDF-നാണ്, ഇടതുപക്ഷത്തിനാണ് കഴിയുക. അതുകൊണ്ട് തന്നെ തങ്ങൾ LDF-നെ ശക്തമായി അല്ലെങ്കിൽ നിരുപാധികം പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ LDF-ന്റെ 20 സീറ്റുകൾ, 20 മണ്ഡലങ്ങളിലും LDF-ന് തങ്ങൾ ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്ന് വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണ്ടത് വയനാട്ടിലെ സീറ്റിന്റെ കാര്യത്തിലാണ്. വയനാട്ടിൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഇടതുപക്ഷത്തിന് ആം ആദ്മി അവിടെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെതിരെ ആം ആദ്മി ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു എന്നതാണ് ഇതിൽ നിന്നും ആം ആദ്മി തന്നെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുപോലെ തന്നെ CR നീലകണ്ഠനെ സസ്പെൻഡ് ചെയ്ത ഒരു ശക്തമായ നടപടിയും ഇന്നലെ ആം ആദ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ഈ കോൺഗ്രസുമായി ദില്ലിയിലും ഹരിയാനയിലും എല്ലാം തന്നെ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ സഖ്യ സാധ്യതകളും അടങ്ങിയ ഒരു സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തോട്, പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയോട് പോലും ആലോചിക്കാതെ കേരളത്തിൽ CR നീലകണ്ഠൻ UDF-ന് ആം ആദ്മി പിന്തുണ നൽകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിൽ CR നീലകണ്ഠനെതിരെ കടുത്ത അമർഷം, കടുത്ത അതൃപ്തി ദേശീയ നേതൃത്വം ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ CPIM-മായി ചേർന്ന് നടത്തിയ സംയുക്തമായ വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യം പ്രവർത്തിച്ച CR നീലകണ്ഠനെ പാർട്ടി അടിയന്തരമായി എല്ലാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നീക്കം ചെയ്തിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു സന്ദേശം ഇന്നലെ ആം ആദ്മി നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ CR നീലകണ്ഠനെ സസ്പെൻഡ് ചെയ്തതോടൊപ്പം തന്നെ പറയുന്നു 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് തങ്ങൾ നിരുപാധികം പിന്തുണ നൽകുന്നു. ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലൊരു മതനിരപേക്ഷത, മതേതര ബദൽ ഉണ്ടാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ സാധിക്കുന്നത് LDF അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു മതേതര ബദൽ ഉണ്ടാക്കാൻ ഏറ്റവും നിർണായകമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് LDF-ന് അല്ലെങ്കിൽ സർക്കാരിന്, ഇടതുപക്ഷത്തിന് എല്ലാവരും വോട്ട് ചെയ്യണം. കേരളത്തിൽ ഇടതുപക്ഷത്തിന് എല്ലാ മലയാളികളും വോട്ട് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയും കെജ്രിവാൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് കെജ്രിവാൾ പറയുന്ന വാക്കുകൾ, കേരള സർക്കാർ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന സർക്കാർ. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നു. കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും LDF സ്ഥാനാർത്ഥിക്കൊപ്പം ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എങ്ങനെയാണ് പ്രചരണം മുൻപോട്ട് പോകുന്നത്? വിവരങ്ങൾ.
പ്രിയ, വളരെ ആവേശകരമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടക്കം കുറിച്ചത്. LDF സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തിയതാണ്. ആരിഫ്, എങ്ങനെയുണ്ട് പൊതുവെ നമ്മളുടെ രാവിലത്തെ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഒരു അവസാനം? വളരെ വളരെ ആവേശനിർഭരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും കാണുന്നത്. വഴിയോരങ്ങളിലെല്ലാം ഇപ്പോൾ 3-4 തവണ കണ്ട ആൾക്കാർ പോലും ആവേശപൂർവ്വം വരികയാണ് വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ. ഇത് പ്രഖ്യാപിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിൽ. നമ്മൾ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VS പറഞ്ഞതുപോലെ 1 ലക്ഷത്തിൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഈ ആദ്യം, അതായത് രാഹുൽ ഗാന്ധി വന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോൾ UDFന്റെ അണികൾക്കിടയിൽ കാണുന്നില്ല എന്നുള്ള പൊതുവെ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഒരു പരാതിയും അങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നതിനാ? അല്ല, അത് അവരുടെ പ്രവർത്തനങ്ങൾ. രാഹുൽ ഗാന്ധി വന്നപ്പോഴും വലിയ ആളൊന്നും വന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വരുന്ന പരിപാടിക്ക് വേണ്ടി ഇട്ടിരുന്ന കസേര നിറച്ച ആളില്ലായിരുന്നല്ലോ. അപ്പോൾ അന്ന് തന്നെ അവർക്ക് നിരാശ തോന്നി. കാര്യം അവരുടെ പ്രവർത്തനങ്ങളിൽ ആകെ നിർജീവാവസ്ഥയാണ് പൊതുവിൽ കാണുന്നത്. ഞാൻ അതേക്കുറിച്ച് മറ്റ് കമന്റുകളൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ ആലപ്പുഴയിൽ ഇപ്പോൾ 2-3 തവണ പ്രചരണം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ആവശ്യം എന്താണ്? അരൂർ മണ്ഡലത്തിൽ താങ്കൾ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അപ്പോൾ അത്തരത്തിലൊരു വികസനമാണ് ആലപ്പുഴ ലക്ഷ്യം വെക്കുന്നത്? അത് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ വ്യത്യസ്തങ്ങളായ മാതൃകകൾ തീർത്താണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് പിണറായി സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് കൊടുത്ത പോലെ തന്നെ നല്ല വികസനമാണ് അരിപ്പാട് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും കൂടി സഹകരിപ്പിച്ച് 3 മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, പിന്നെ രാമേന്ദ്രൻ MLA, പ്രതിഭ കായംകുളം MLA, പിന്നെ അരൂരിൽ ഇനി വരാൻ പോകുന്ന MLA, അവരെ കൂടി LDFന്റെ MLA വരും, 101% ഉറപ്പാണ്. അവരെ കൂടി സഹകരിപ്പിച്ച് ഒരു വികസന മാതൃക തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അരൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇത്രത്തോളം ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസം ആരിഫിലുണ്ടാകാനുള്ള കാരണം എന്താണ്? അതവർക്ക് അവരുടെ ഒരു വീട്ടത് അംഗത്തെ പോലെയാണ്. അവരുടെ വീട്ടിൽ മരണം നടന്നാലും കല്യാണം നടന്നാലും എന്ത് ചടങ്ങ് നടന്നാലും ഞാൻ കൃത്യമായിട്ടുണ്ടാവും. പിന്നെ അവിടെ വെള്ളം വന്നില്ലെങ്കിൽ ഉടനെ അവർ പൈപ്പ് എന്തെങ്കിലും ഒരു ദിവസം പണി മുടക്കിയാൽ കറണ്ട് വന്നില്ല, പമ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വന്നില്ലെങ്കിൽ അവരെ വാട്ടർ അതോറിറ്റി വിളിക്കത്തില്ല. കറണ്ട് പോയാൽ അവർ നേരെ LCD ഓഫീസിൽ വിളിക്കത്തില്ല. പിന്നെ എന്നെ വിളിക്കും. ഞാനൊരു പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന നിലയിൽ ഇടപെടും. ഈ ജങ്കാറും അതോടൊപ്പം തന്നെ അരൂക്കുറ്റി പാലം അടക്കമുള്ള വികസനങ്ങളാണല്ലോ താങ്കളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ജങ്കാറ് ഞാൻ 1.25 കോടി രൂപ മുടക്കി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ്. UDF ഭരണകാലത്താണ് ആ നിർമ്മാണമൊക്കെ നടത്തിയത്. ഉമ്മൻചാണ്ടിയും ബാബുവൊക്കെ ആയിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തത്. അവരത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല ഒരു നിർമ്മാണ അതിൻ്റെ ചിലവ് ഭയങ്കര കൂടിപ്പോയി. അതനുസരിച്ച് ആ ജങ്കാർ സർവീസ് അതിൻ്റെ മുടക്കുമുതൽ അനുസരിച്ച് പെരുമ്പളം നിവാസികൾക്ക് അധികം പിന്നെ അവരുടെ നിർമ്മാണ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സാമഗ്രികളൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഇളവ് അനുവദിപ്പിക്കാൻ പറ്റും എന്ന് കണക്കാക്കിയാണ് ഞാൻ അനുവദിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇന്ധന ചെലവ് കൂടുതലാണ്. അപ്പോൾ പുതിയ ഈ വെസൽ ഒരു ആക്ട് സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ആ ആക്ട് പ്രകാരം പണിത ആയതുകൊണ്ട് ഇന്ധനക്ഷമത കൂടുതലാണ്. പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കൊല്ലത്തിന് മുമ്പ് പാലം വരും. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ പെരുമ്പളം പാലത്തിൻ്റെ കല്ലിടലാണ്. ടെൻഡർ കഴിഞ്ഞു, വർക്ക് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്തില്ലെന്നേ ഉള്ളൂ. 3-4 കോൺട്രാക്ടർമാർ വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഏതെങ്കിലും ലോവസ്റ്റ് ആളിന് കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സ്ഥലമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. 2 കൊല്ലം കൊണ്ട് പാലം പണി തരും. പാലം പണി തീർന്നാൽ പെരുമ്പളം നിവാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ജങ്കാറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അവർക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ജങ്കാർ ഇട്ട് കൊടുക്കാൻ പറ്റും. വളരെയധികം ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി വെച്ച് പുലർത്തുന്നത്. കാരണം കഴിഞ്ഞ 2-3 തവണയായിട്ട് പൂർണ്ണമായിട്ടും മണ്ഡലത്തിൽ പര്യടനം നടത്താനും അതോടൊപ്പം തന്നെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനുമൊക്കെ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെയധികം ആത്മവിശ്വാസം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ടം, അതായത് തൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ഉച്ചഭക്ഷണം വരെയുള്ള സമരം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള കൊട്ടിക്കലാശത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. ശശികാന്ത്, എന്തായാലും ആരിഫിന്റെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം ആത്മവിശ്വാസം അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി, പ്രചാരണം ഇപ്പോൾ ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്? കൊട്ടിക്കലാശത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും ഏത് രീതിയിലാണ് പ്രചാരണം ആലപ്പുഴയിൽ നടത്തുന്നത്?
പ്രിയ, ഇന്ന് 6 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശം പൂർത്തിയാകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരികയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ BJPയുടെ സ്ഥാനാർത്ഥി ആലപ്പുഴ മുല്ലക്കിലും അതോടൊപ്പം തന്നെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥി ആലപ്പുഴ സക്രിയ ബസാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ കൊട്ടിക്കലാശം നടത്തുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. വളരെ അടുത്ത് തന്നെയാണ് 2 സ്ഥാനാർത്ഥികളും തങ്ങളുടെ കൊട്ടിക്കലാശത്തിൽ ഏർപ്പെടുന്നതെന്ന് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസും അതോടൊപ്പം പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ വളരെയധികം സജ്ജീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, വളരെയധികം മുൻതൂക്കമാണ് ആരിഫിന് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു മുൻതൂക്കം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥി ആത്മവിശ്വാസമായിട്ട് മുൻപോട്ട് പോകുന്നത്. LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ അടുത്ത് നിന്നാണ് ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ആരിഫിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. തികഞ്ഞ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും പ്രചരണ ചൂടിൽ തന്നെയാണ്. കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു. എല്ലാ രീതിയിലും ആവേശപൂർവ്വമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.